നമ്മളും റസൂലും തമ്മിൽ കിട്ടുന്ന നമ്മുടെ റൂഹമായി നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ലഭിച്ചവർക്ക് പുണ്യനിബിതങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ആ പ്രകാശമുള്ളവർക്ക് പുണ്യനബിയെ ഉൾക്കൊള്ളാൻ കഴിയും. തങ്ങളുടെ കാലത്ത് ജീവിച്ച അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്. വല്ല ഫലമുണ്ടായോ? നമ്മൾ തങ്ങളോട് കാണിക്കുന്ന ശുക്ർ, അവിടത്തോട് കാണിക്കുന്ന നന്ദിയാണ്. എന്തിന്? നമ്മുടെ ജീവിതത്തിന് അർത്ഥം തന്നതിന്, ഈമാൻ നമുക്ക് ലഭിച്ചതിന്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കി തന്നതിന്, വിശുദ്ധ ഖുർആൻ എന്ന സർവമാന ജ്ഞാനീയങ്ങളുടെയും വിശ്വവിജ്ഞാന കോശങ്ങളുടെയും എല്ലാം അപ്പുറത്ത് മനുഷ്യനൊരിക്കലും വായിച്ചോ പഠിച്ചോ തീർക്കാൻ കഴിയാത്ത ആഴമേറിയ അറിവുകളുടെ ഒരു മഹാലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന്, ഇതിനൊക്കെ അള്ളാഹുവിനോട് നമുക്ക് നന്ദി പറയണം. അത് നമ്മുടെ ഹബീബിനോട് കരുണ ചൊരിയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മളും പുണ്യനിബിതങ്ങളും തമ്മിൽ ഒരു ആത്മീയ ബന്ധം അള്ളാഹു രൂപപ്പെടുത്തുകയാണ്. ആ ആത്മീയ ബന്ധമാണ് നമ്മളും റസൂലും തമ്മിൽ കിട്ടുന്ന നമ്മുടെ റൂഹമായി നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ലഭിച്ചവർക്ക് പുണ്യനിബിതങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ആ പ്രകാശമുള്ളവർക്ക് പുണ്യനബിയെ ഉൾക്കൊള്ളാൻ കഴിയും. തങ്ങളുടെ കാലത്ത് ജീവിച്ച അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്. വല്ല ഫലമുണ്ടായോ? അവർക്ക് എന്ത് സംഭവിച്ചു? ബദറിൽ കൊല്ലപ്പെട്ടു പോയി. അവരെ പുണ്യനബിതങ്ങളെ ഒരുപാട് എതിർത്തു, ഹബീബിനെ ഒരുപാട് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു, ശാരീരികമായും മാനസികമായും. അവര് മക്കക്കാരല്ലേ, നബിയെ കണ്ടിട്ടില്ലേ, പ്രവാചകരെ കണ്ടിട്ട് വല്ല ഫലമുണ്ടായോ? അവർക്ക് ഫലമുണ്ടായില്ല. എന്തേ? ഈ പുണ്യനബിയെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ആ പ്രകാശം അവർക്ക് ലഭിക്കാതെ പോയി.